ഞാനേ മമ്മി അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. മമ്മി ടെൻഷൻ ആവരുത്. എനിക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റി. ആക്സിഡന്റോ? എവിടെ വെച്ച്? എന്നിട്ട് ഇപ്പൊ നീ എവിടെയാ? മമ്മി ഒന്ന് കൂളാവ്. എന്റെ കാലിനൊരു ചെറിയ പരിക്കുണ്ട്. എന്താ മോളി നീ പറയുന്നേ? നീ ഇപ്പൊ എവിടെയാന്ന് പറ. അത് മമ്മി എന്നെയും കൊണ്ടെന്ന് ഒരു നാഗക്ഷേത്രത്തിൽ വന്നില്ലേ, ആ ഗ്രാമത്തിലുള്ള. ആ ചങ്ങാതിക്കടവ്? ആ അത് തന്നെ. ഗാഥമോളെ, അവിടെ നിന്നല്ലേ കൃഷ്ണയെ മോളിക്കൂടി കൊണ്ട് നിന്നെ പറഞ്ഞു വിട്ടത്? പിന്നെ തിരിച്ചെന്തിനാ നീ അങ്ങോട്ട് പോയത്? അത് ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞല്ലായിരുന്നോ, അവളുടെ അടുത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയായിരുന്നു. അത് ഈ സ്ഥലം തന്നെയായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്നിട്ട് ഇപ്പൊ ശരിക്കും നീ എവിടെയാ ഉള്ളത്? ഇവിടെ അടുത്തൊരു ചെറിയ ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെയാ. എനിക്കിവിടെ പറ്റുന്നില്ല മമ്മി. മമ്മി എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്തണം. ഞാൻ ഉടനെ വരാം. ആ ഫോണിങ് തന്നെ സത്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാം. ആരാ മോളേത്? നിങ്ങൾ ആ ഫോൺ ഒന്ന് കൃഷ്ണയ്ക്ക് കൊടുക്കൂ പ്ലീസ്. മേഡം, ഗോപാലൻ പറഞ്ഞ സത്യ കൃഷ്ണ? സത്യാണോന്ന്? അതെ മേഡം. അത് മാത്രമല്ല പ്രശ്നം. എനിക്കാണ് അപകടം പറ്റിയതെന്ന് കരുതി അച്ഛനാണ് ഗാഥയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്നത്. അച്ഛനവിടെ ഗാഥയുടെ അടുത്ത് തന്നെ ഉണ്ട്. മേഡം, അത് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ അവസ്ഥയില് എന്താ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മോളെ, ഗാഥ നിന്നോട് തെറ്റ് തന്നെയാ ചെയ്തിരിക്കുന്നത്. അത് ഞാൻ നിന്നോട് സോറി പറയാം. പക്ഷെ ഈ അവസ്ഥയെന്ന് എന്റെ മോളെ ഒന്ന് രക്ഷിച്ചേ പറ്റൂ. മതി സംസാരിച്ചത്. ഹലോ ഹലോ, എല്ലാ പരീക്ഷകളും കൂടി ഒരുമിച്ച് വരുവാണല്ലോ സിനി. മേഡം നല്ല ടെൻഷനിലാ. ഇങ്ങനൊരു വിഷവിത്തിനെ വളർത്തുമ്പോൾ ടെൻഷൻ ഉണ്ടാകും. എങ്ങനെ സഹായിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. കൃഷ്ണമോളെ, അബദ്ധം കാണിക്കരുത്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയത്തിലൂടെയാ നീ കടന്നു പോകുന്നത്. ഇരുൾമറ കൊണ്ട് ശ്രീനിവാസനെ തോപ്പിക്കാൻ അവർക്കാവില്ല. ഇത്രയും കാലം ഞാൻ കാണാൻ കാത്തു നിന്ന എന്റെ മോളുടെ ദേഹത്താ അവര് കൈവച്ചിരിക്കുന്നേ. ചെയ്തവരാരാണെന്നുണ്ടെങ്കിലും അവരെ ഞാൻ വെറുതെ വിടില്ല. അവിടുത്തെ അവസ്ഥ നോക്കിയിട്ട് സാറിനെ വിളിക്കണേ. വിളിക്കാം. ശാന്തി, മുറി ചെന്ന് തനിച്ചിരിക്കണ്ട. നിന്റെ മനസ്സിന്റെ അസ്വസ്ഥത എനിക്ക് മനസ്സിലാവും. ക്ഷീണവോ തളർച്ചയോ ഒക്കെ തോന്നിയാ അത് ബുദ്ധിമുട്ടാവും. നീ ഒരു കാര്യം ചെയ്യേ, പൂജാമുറി ചെന്നിരിക്കേ. മോക്ക് വേണ്ടി പ്രാർത്ഥിക്കേ. ഞാൻ വിളിച്ചോളാം. സാറിനറിയില്ലല്ലോ മോള് സുരക്ഷിതയായി ഗോപാലിന്റെ അടുത്തുണ്ടെന്ന്. എന്തോ ഒരു വഴി. ആരും ഒന്നും അറിയാതെ അവളെ ഇവിടുന്ന് പറഞ്ഞേക്കാം. ഗുണ്ടകളെ കൂട്ടിപ്പോയി ആ കൃഷ്ണനെ കൊല്ലാൻ ശ്രമിച്ചാരാ? ഞാൻ ചോദിച്ചു കേട്ടില്ല കഥ. നീ ഈ ഗ്രാമത്തിലേക്ക് വന്നത് ആ കൃഷ്ണനെ കൊല്ലാനല്ലേ? ആണെങ്കി മമ്മിക്ക് എന്താ? കൃഷ്ണ ചത്തുപോയാലും മമ്മിക്ക് എന്താന്ന്? ഒരു ജീവനെടുക്കാൻ തീരുമാനിക്കാൻ മാത്രം വളർന്നോ നീ? മുമ്പ് പലപ്പോഴും ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള കൃഷ്ണയോട് അമിത വൈരാഗ്യം വേണ്ടാന്ന്. അത് നിനക്ക് അപകടമാണ് പറഞ്ഞിട്ടില്ലെന്ന്. ഞാൻ ഇങ്ങനെയാണോ കഥ നിന്നെ വളർത്തിയത്? ആരെങ്കിലും കൊല്ലാനായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടോ ഞാന്? അതിന് ഗുണ്ടകളെ ഉപയോഗിക്കാനായിട്ട് ശീലിച്ചിട്ടുണ്ടോ ഞാന്? നിന്നെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു എനിക്ക്. അതൊക്കെ തകർത്ത് കളഞ്ഞു. നിനക്കൊരു ആപത്ത് പറ്റിയിട്ട് അതിലൊന്ന് വേദനിക്കാൻ കൂടെ എനിക്കിപ്പോ തോന്നുന്നില്ല. ആ കൃഷ്ണ ഒരു പാവം കൊച്ചാ. അവളെ നിന്നെ ചതിച്ചെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. എനിക്ക് നീ അല്ലാതെ വേറെ ആരുമില്ല.
എത്ര അധപ്പതിച്ചാലും അത് കണ്ടോണ്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല. എങ്ങനെയാ മോളെ നീ ഇങ്ങനെ ആയിപ്പോയെ? എന്തിനാ മോളിങ്ങനെ മമ്മി തോൽപ്പിക്കുന്നത്? കരയണ്ട മമ്മി, കരയല്ലേ. കരയല്ലേ മമ്മി. ഇത് നീ സ്വയം വന്ന് വീണ കുഴിയാ. ഇതിന്ന് നിന്നെ എങ്ങനെ രക്ഷിക്കേണ്ടെന്ന് എനിക്കറിയില്ല. മമ്മി